ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒട്ടും പ്ലാനിങ് ഇല്ലാണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു വ്ളോഗാണിത്. വേറെ ഒന്നല്ല, ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ലൈഫിനെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ഓൾ ലൈഫിനെ അല്ലെങ്കിലും ഒരു ദിവസത്തെ സ്വാധീനിക്കാനുള്ള കഴിവൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കുണ്ട്. വേറെ ഒന്നല്ല, ഞാൻ ഇന്ന് എണീറ്റ് വന്നപ്പോഴാണ് എൻ്റെ വീട്ടിലെ സാമ്പ്രാണി തീർന്ന കാര്യം ഞാൻ അറിഞ്ഞത്. ഞാനത് ശ്രദ്ധിക്കാണ്ട് വിടാറില്ല, പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ല, ഞാനത് ഓർത്തതേ ഇല്ല. അത് കത്തിച്ച് വെക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്മെല്ലിന്ന് എവിടുന്നാണ് ഒരു പോസിറ്റീവ് എനർജി കയറി വരിക എന്ന് അറിയില്ല കേട്ടോ. പക്ഷേ ഇന്ന് ആകെ ഒരു നെഗറ്റീവിൽ മുങ്ങിയൊരു ദിവസമായിരുന്നു എനിക്ക്. ഞാൻ നോക്കിയപ്പോൾ ചന്ദനത്തിരിയില്ല, അപ്പോൾ ആകെ രണ്ട് ഓപ്ഷനും ഇല്ലാത്ത സ്ഥിതിക്ക് ഇന്ന് പ്രത്യേകിച്ച് മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാൻ എനിക്ക് പ്രത്യേകിച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും രാവിലെ തന്നെ അതിൻ്റെ മണം അത് നമ്മളെ വല്ലാണ്ട് സ്വാധീനിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു നെഗറ്റീവ് എനർജിയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഒരു വ്ളോഗ് എടുക്കാൻ തുടങ്ങാം. അതാവുമ്പോൾ നമ്മൾ കുറച്ച് ആക്റ്റീവ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു വ്ളോഗാണിത്. അപ്പോൾ എന്തായാലും ഒരു ന്യൂസ് പേപ്പർ റീഡിങ് തന്നെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. ഈ റീഡിങ് ഡെയിലി ഉള്ളൊരു റൂട്ടീനിൽ ഉൾപ്പെടുന്ന കാര്യം അല്ലെങ്കിലും ഇപ്പം ഞാനൊരു 4-5 ദിവസമായിട്ട് അടുപ്പിച്ച് നോക്കുന്നുണ്ട്. ഓൺ ഓഫർ വരുന്ന സമയമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് മുടങ്ങാണ്ട് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം നോക്കിയിരുന്ന് ഇനി ബാക്കി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലേക്കൊക്കെ നോക്കട്ടെ. അല്ലൂനും അബിയേട്ടനൊന്നും പോകാനില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ച് വലിയ ഹറിബറി ഉള്ളൊരു ഡേ ഒന്നുമല്ല. അപ്പം ഇന്ന് ദോശയാക്കാമെന്ന് കരുതി. അപ്പോൾ ദോശയ്ക്ക് അല്ലുവിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ നെയ്യ് എന്ന് പറയുന്നത്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണ് കേട്ടോ, പാൽപ്പാടയിൽ നിന്ന് എടുത്തിട്ട് ഉണ്ടാക്കുന്ന നെയ്യാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള നമ്മുടെ ദോശയൊക്കെ സെറ്റായി കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഞാൻ അവിടെ എടുത്ത് വയ്ക്കും. കാരണം അല്ലു അബിയേട്ടനൊക്കെ ഉറങ്ങുകയാണ്. ഉറങ്ങി എണീറ്റ് വരുമ്പോഴേക്കും ബാക്കി ആക്കിയാൽ മതിയല്ലോ. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും എനിക്കുള്ളത് മാത്രമേ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു നാളെ പത്രം സ്റ്റാർട്ട് ചെയ്യണം, അതുകൊണ്ട് കുറച്ച് ക്ലീനിങ് ഒക്കെ ആവാമെന്ന് കരുതി. വേറെ ഹോം ക്ലീനിങ് എന്ന് പറയാനുള്ളതൊന്നുമില്ല, കാരണം കർക്കിടകമൊക്കെ പ്രമാണിച്ചിട്ടും അതൊന്നും അവിടുന്ന് ഡെയിലി അങ്ങോട്ട് ക്ലീനിങ് തന്നെ ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ കിച്ചണിൽ ഇങ്ങനത്തെ ഈ ബോട്ടിൽസൊക്കെ കുറച്ചൊന്ന് അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. സാധാരണ ഇത് ക്ലീൻ ചെയ്യുമ്പം എപ്പോഴും ഞാൻ വിചാരിക്കും കുപ്പിയിലെ സാധനങ്ങൾ തീർന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ക്ലീൻ ചെയ്ത് വെക്കണം. പക്ഷേ എനിക്കൊരു മൂഡ് വരുമ്പോഴേ ഞാനിതൊക്കെ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ബാക്കി ബാലൻസ് ഉള്ള പൊടികളൊക്കെ ഒരു കടലാസിലേക്ക് തട്ടിയിട്ട് അതിനങ്ങനെ പാക്ക് ചെയ്ത് വെക്കും. പിന്നെ ബോട്ടിലൊക്കെ കഴുകി ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം അതിനെ തിരിച്ച് ഫില്ല് ചെയ്യാറ്. ഇങ്ങനെ വിശേഷ ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ വീണ്ടും ഉപയോഗിക്കരുത് എന്നൊക്കെ പണ്ടുള്ളവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് തന്നെ ഞാനത് വീണ്ടും ഉപയോഗിക്കും കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അതൊന്ന് കുപ്പിയൊക്കെ ഉണങ്ങാൻ വെച്ചതിന് ശേഷം ഞാൻ വേഗം അടിച്ചു വാരി തുടയ്ക്കാൻ പോയി. അടിച്ചു വാരലൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ആകെ എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് അല്ലു എണീക്കുമ്പോഴേക്കും തുടയ്ക്കൽ കഴിഞ്ഞാൽ പിന്നെ ആൾ ഓടി കളിക്കുമ്പോൾ വഴുക്കി വീഴാനുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവ എണീറ്റ് വരുമ്പോഴേക്കും വേഗം അടിച്ചു വാരി തുടയ്ക്കാമെന്ന് കരുതി. തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പകുതിയിൽ വെച്ച് മേലെന്ന് വിളി ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് തുടച്ചതാണ് മോനെ ഇറങ്ങരുത് എന്ന് പറഞ്ഞതുകൊണ്ട് അനുസരണമുള്ള കുട്ടിയായതുകൊണ്ട് പാവം മേലെ തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ വേഗം ഞാൻ എൻ്റെ അടിയും തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും അച്ഛനും മോനും എണീറ്റ് വന്ന് ബ്രഷൊക്കെ ചെയ്ത് താഴെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ വേഗം അവർക്കുള്ള ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ രണ്ടാൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കഴുകി വെച്ച കുപ്പികളൊക്കെ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി സാധനങ്ങളൊക്കെ അതിലേക്ക് തന്നെ തിരിച്ച് ഫില്ല് ചെയ്ത് വെക്കുകയാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ അത്ര നല്ലതല്ലെന്ന് അറിയാം, പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ അതും പൊട്ടിച്ച് വെക്കാറുണ്ട്. അതിൻ്റെ മൂടിയൊക്കെ പൊട്ടി ഓരോന്നിലും ഓരോ വരയൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ അതും മാറ്റാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുപ്പീൻ്റെത് വാങ്ങിയാൽ മുതലാവില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് വെച്ചു. അപ്പോൾ ഇന്ന് ചിക്കനാണ് കിട്ടിയത്. അപ്പോൾ ചിക്കൻ കറി ആക്കി വെച്ചാൽ ഇന്നത്തെ കിച്ചണിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ അത്തം വരുന്നതുകൊണ്ട് തന്നെ പൂത്തറ ഇടണം, പിന്നെ മുറ്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം, പിന്നെ ഒരുപാട് ആക്രി സാധനങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കൊടുത്തു വിടണം. അപ്പോൾ ലഞ്ചിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ കറിയായി, ചിക്കൻ പൊരിച്ചു, തൈര്, പപ്പടം, അച്ചാർ, അതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇനിയിപ്പം ചോറൊക്കെ വിളമ്പി ഡൈനിങ് ടേബിളിൻ്റെ മേലെ കൊണ്ടുവച്ചാൽ ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ കിച്ചൺ ക്ലോസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇനി ലഞ്ച് കഴിക്കാൻ വരണം. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഈ ഏരിയയിലേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരത്തെ എടുത്ത ബോട്ടിൽസൊക്കെ കറക്റ്റായിട്ട് അതാത് സ്ഥാനത്തൊക്കെ വെച്ച് അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ചെടികളൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് നശിച്ചു പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയുന്നില്ല. പിന്നെ വെള്ളം നോർമൽ വാട്ടറാണ്, അതിൽ വേറെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ടിപ്പ് ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ബാമ്പു ചെടികളാണ് അധികം ഉള്ളത്, മണി പ്ലാന്റും, വേറെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടുള്ള ചെടികളൊന്നുമില്ല. പക്ഷേ ചിലതൊക്കെ വല്ലാണ്ട് ഒരു മഞ്ഞ കളറാവുന്നുണ്ട് ലീഫൊക്കെ. അപ്പോൾ അതിനെന്തെങ്കിലും റെമഡീസൊക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറയാറുണ്ടല്ലോ പുൽത്തൈലം വെച്ചിട്ടാണ് ഞാൻ ടോട്ടൽ ക്ലീൻ ചെയ്യുക. ഈച്ചശല്യം ഒരുപാട് മാറി കിട്ടും കേട്ടോ. അപ്പോൾ കിച്ചണൊക്കെ ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞു. ലഞ്ചൊക്കെ ഡൈനിങ് ടേബിളിൻ്റെ മേലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരണം. അല്ലുവിൻ്റെ ഫ്രണ്ടും ഒക്കെ മേലെ നിന്ന് കളിക്കുന്നുണ്ട്, അഭിയേട്ടനും ഉണ്ട്. അപ്പം ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവുന്നേ ഉള്ളൂ. കാരണം വൈകുന്നേരം ഇനിയിപ്പോൾ പൂത്തറയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അഴുക്ക് പിടിക്കും.
ഇന്നലെ സൈക്കിൾ ഓട്ടി കളിക്കുമ്പോൾ അല്ലു ചെറുതായിട്ടൊന്ന് വീണു, ചെറിയൊരു മുറിവും പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പരാതി പറയുന്നതാണ് കേട്ടോ കേട്ടത്. സൈക്കിൾ എടുക്കരുതെന്ന് പറഞ്ഞാൽ കേക്കില്ല, വീണ് കഴിഞ്ഞാൽ അതിന് ഉള്ള കുറ്റം വരിക എനിക്ക് വേണം. അമ്മ എന്തിനാ എന്നെ സൈക്കിൾ എടുക്കാൻ സമ്മതിച്ചത് എന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത്. എന്താ ഇതിനൊക്കെ പറയാ, കേക്ക് അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാനിരുന്നു. അച്ഛൻ ഓൾറെഡി കഴിച്ച് കിടന്നു, അമ്മ പാലും എടുക്കാൻ പോയി. അപ്പം ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി മേലേക്ക് പോവുകയാണ്. കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയപ്പോൾ അവിടെ അല്ലുവിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ സൗണ്ട് കൊണ്ട് നമുക്കൊന്നും കിടക്കാമെന്ന് പോലും വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം ബാൽക്കണിയിൽ പോയിരുന്നു. പിന്നെ കിടന്നു കഴിഞ്ഞാൽ ആകെ ഒരു മടിയാവും എന്നുള്ളതുകൊണ്ട് തന്നെ പിന്നെ കിടക്കാൻ നിന്നില്ല കേട്ടോ. സമയം ഏകദേശം ഒരു 5 മണിയൊക്കെ. അപ്പം നാളെ പൂത്തറയൊക്കെ ഇടാനുള്ളതുകൊണ്ട് മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. പക്ഷെ ഞങ്ങളെ മുറ്റം നിറയെ വണ്ടിയാണ്. അപ്പുറത്ത് പണി നടക്കുന്നതിനോണ്ട് എല്ലാവരും വണ്ടി ഇവിടെ വെച്ചിട്ടാണ് പോവുക. അപ്പം ഇനി ഞാൻ എപ്പോൾ വൃത്തിയാക്കും? മുറ്റം ക്ലീൻ ചെയ്യാൻ വന്നാൽ ഞാൻ കുറച്ചു നേരം പോസ്റ്റ് അടിച്ച് അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. ഈ വണ്ടിയൊന്നല്ല കേട്ടോ, ഇതിൽ 3 എന്തോ ആവശ്യത്തിന് പുറത്ത് പോയത്. അവരിപ്പോൾ അതുപോലെ തിരിച്ചു വരും. അപ്പം എന്തായാലും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തായാലും അപ്പോൾ പൂത്രയ്ക്കുള്ള കല്ലൊക്കെ എടുത്ത് സെറ്റ് ആക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മളിത് ഇൻ്റർലോക്ക് 4 ഇൻ്റർലോക്ക് സെയിം ഒരുപോലെ വെച്ചിട്ട് അതിൽ മണ്ണിട്ട് മൂടിയിട്ട് ചാണകം മെഴുകുക, അങ്ങനെയാണ് പൂത്തറ ഉണ്ടാക്കാറ്. പക്ഷേ ഇതിലൊരു കല്ല് മിസ്സായിപ്പോയി. ഞാൻ ഒരുപാട് തിരഞ്ഞു, വീടിൻ്റെ സൈഡ് മൊത്തം തിരഞ്ഞിട്ടും അതവിടെ കണ്ടുപിടിക്കാനായില്ല കേട്ടോ. അപ്പോഴാണ് ഒരാൾ ബ്രേസ്ലെറ്റും പൊട്ടിച്ചും കൊണ്ടുവന്നത്. വെള്ളീൻ്റെ ബ്രേസ്ലെറ്റാണ്, സ്കൂളിലേക്ക് ഗോൾഡ് ഇടാൻ പറ്റില്ല. പക്ഷേ എന്തെങ്കിലും ഒന്ന് കയ്യിലില്ലെങ്കിൽ ഇവന് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നേരെയാക്കി കൊടുത്തു. പിന്നെ അത് ഉള്ള ഭാഗം ഒന്ന് നന്നാക്കാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയാണ്. ഈ ചരലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുറ്റം എത്ര വൃത്തിയാക്കി വെച്ചിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ പൂത്തറ ഇടുന്ന കല്ലിലൊരു കല്ല് മിസ്സായിപ്പോയി. അപ്പം ഇവിടെ എവിടെയോ കല്ലുണ്ടോയെന്ന് അറിയാൻ വന്നപ്പോൾ നീനേച്ചീൻ്റെ അവിടെ ഉണ്ട്. ഇനി പോയി അബിയേട്ടനെ വിളിച്ചു വരാം. അപ്പം ഞങ്ങൾ വിചാരിച്ച ഇൻ്റർലോക്കിൻ്റെ സൈസ് അല്ലായിരുന്നു ഇവിടെ ഉള്ളത്. അപ്പോൾ രണ്ടാളും കൂടെ അവിടെ തിരഞ്ഞ് നടക്കുന്നുണ്ട്. സാധാരണ ഈ തൊടിയിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് കുട്ടാപ്പേട്ടൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് കിട്ടി. അപ്പോൾ അതെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് മണ്ണിട്ട് മൂടി ലെവലാക്കി വെക്കണം. സാധാരണ ഇങ്ങനത്തെ പണിക്കൊക്കെ അച്ഛൻ കൂടാറുണ്ട് കേട്ടോ. ഇപ്പം അച്ഛന് ഒട്ടും വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ പണിക്കൊന്നും വരാത്തത്. മറ്റേ എല്ലാത്തിനും ഫസ്റ്റ് അബിയേട്ടനേക്കാൾ ഇൻട്രസ്റ്റിൽ വരുന്ന ആളായിരുന്നു. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് നോക്കി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പൂത്തരയൊക്കെ സെറ്റായതിനു ശേഷം അത് ഈ പണിയിലേക്ക് നിന്ന് നേരത്തെ പറഞ്ഞ ആക്രി സാധനങ്ങൾ എടുക്കാൻ ശിവേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ശിവേട്ടൻ്റെ വണ്ടിയിൽ ഇട്ട് കൊടുത്ത് ആളങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി അത് കൊടുത്ത് വിട്ടപ്പോൾ തന്നെ പകുതി സമാധാനമായിട്ടോ. ഇനി പൂത്തറത്തിൽ ചാണം മെഴുകാനൊക്കെ അമ്മ വരണം. അമ്മ തറവാട്ടിൽ പോയതാണ്. അപ്പോൾ വരുമ്പോൾ ചാണകം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മ വന്നതിന് ശേഷം ഇനിയിപ്പോൾ ചാണകമൊക്കെ മെഴുകി തറ നാളെ രാവിലെ ആകുമ്പോഴേക്ക് കരിയൊക്കെ തേച്ച് ഞങ്ങൾ സെറ്റാക്കും കേട്ടോ. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു. സമയം ഏകദേശം 6:15 ആയിട്ടുണ്ട്. അപ്പം ഇനി വേഗം പോയിട്ടൊന്ന് ഫ്രഷ് ആവണം, വിളക്കെത്തിക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.